ഹായ് ഫ്രണ്ട്സ്, ഷട്ടർ ബാനോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശി. ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റയിൽ ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിലെ കുറച്ച് കുറച്ചേറെ വ്യൂസ് ഞങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെയും ഇൻബോക്സിലൂടെ വന്ന് കുറേ മെസ്സേജ് ഒക്കെ അയച്ച് കുറേ എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊന്ന് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വണ്ടി ഇത്രയും സെറ്റാക്കാനായിട്ട് നമ്മൾ സഹായിച്ചത് നമ്മുടെ വിഷ്ചാനുണ്ട്. പുള്ളിയാണ് നമ്മുടെ വണ്ടി ഇത്രയും പണിതത്. ബാക്കി കാര്യങ്ങൾ പുള്ളി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണു. ഇപ്പം ഞാനാണിത് ഇങ്ങനെ ചെയ്തത്. ആഷിക്കിനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ട് അവൻ്റെ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് മൊത്തം ചെയ്തേക്കുന്നത്. ഇത് മാക്സിമം ലോ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് യൂഷ്വലി ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് യൂഷ്വലി നമുക്ക് എല്ലാ ഇപ്പം സ്പ്ലെൻഡറിലും ഒക്കെ ആൾക്കാർ ചെയ്യുന്ന ഒരു ലൈറ്റാണ്. അപ്പം ഇതിനൊരു കുറച്ചുകൂടെ ഒരു മാസി ലുക്ക് കിട്ടാനായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു മാറ്റ് ഫിനിഷിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഷോഗൺ വണ്ടിയുടെ സുസുക്കി ഷോഗൻ്റെ ഒരു വൈസറാണ്. ഇത് ഫൈബറിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് വലിയ കോസ്റ്റ് ഉള്ളതൊന്നുമല്ല. ചില ഇതൊരു ഫ്ലൈ മഡ് CRF മഡ്ഗാർഡെന്നൊക്കെ പറയും, പലയിടത്തും പല പേരാണ്. അപ്പം ഇത് നമ്മൾ സാധാരണ എക്സ്പേർട്സിനൊക്കെ യൂഷ്വലി ചെയ്യുന്ന ഒരു മഡ്ഗാർഡാണ്. ഇത് ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴയുള്ള സമയത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ചള്ളയൊക്കെ ടാങ്കിൻ്റെ മേൾ വരെ വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ മഡ്ഗാർഡ്. ഇത് നമ്മുടെ പഴയ ഹീറോ ഹോണ്ട SS-ൻ്റെ മഡ്ഗാർഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്ന ഒരു സംഭവമാണ്. വീൽസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ 18 റേഡിയസ് ഉള്ള റിമ്മാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിപ്പോൾ സാധാരണയായിട്ട് നമുക്ക് സ്പ്ലെൻഡറിനൊക്കെ വരുന്ന ടൈപ്പ് റിമ്മാണ്. പക്ഷേ ഇതിൻ്റെ സ്പോക്സും ഹബ്ബും ഇതെല്ലാം ഓൾഡ് മോഡൽ പൾസറിൻ്റെ, ഫസ്റ്റ് മോഡൽ പൾസറിൻ്റെയാണ്. ഇത് നമുക്ക് പുതിയത് കിട്ടുന്നുണ്ട്, പക്ഷേ ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്ത സാധനമാണ്. പിന്നെ വരുന്ന ഇതിൻ്റെ കാലിപ്പർ നമ്മൾ മാറ്റിയിട്ടില്ല, ഇത് Discover 9 ആണ്. പക്ഷേങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ലായിരുന്നു ഈ ഒരു ഡിസ്കുമായിട്ട്. അതുകൊണ്ട് നമ്മളൊരു അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് തെള്ളിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്ലൂഡിൻ്റെ ട്യൂബാണ്. ഇതും ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു ട്യൂബാണ്. പിന്നെ നമ്മൾ മാസ്റ്റർ സിലിണ്ടറും ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് മാസ്റ്റർ സിലിണ്ടറാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ഏകദേശം ഒരു 2 രൂപയ്ക്ക് അപ്രോക്സിമേറ്റ് താഴെ വില വരും. പലയിടത്തും പല റേറ്റാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളൊരു ഹാൻഡ് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. കാരണം ഒരു 3-4 വീഴ്ചയൊക്കെ വീണിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പാടുകളും ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ അടുത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് അസംബ്ലി നമ്മൾ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് NS-ൻ്റെ സ്വിച്ച് അസംബ്ലിയാണ് ചെയ്തേക്കുന്നത്. ഇതൊന്നും ഡയറക്റ്റ് ഫിറ്റ് അല്ല, നമ്മളതെല്ലാം ഓൾട്ടർ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് സ്വിച്ചിൻ്റെ ഇത് NS-ൻ്റെ ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു സ്വിച്ചാണ് ഒന്നാമത്തെ കാര്യം. 2 കുറച്ചൊരു ബൾക്കി ഫീലും തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലൈറ്റ്സും കൂടെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അടുത്ത വെച്ചാൽ നമ്മുടെ ക്രാഷ് കാർഡാണ്. ക്രാഷ് കാർഡ് സ്റ്റോക്ക് അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ബൾക്കി ഫീലും കുറച്ച് സേഫ്റ്റിയും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ചെയ്തെടുത്ത്. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ TVS-ൻ്റെ ഒരു ലൂണ പോലത്തെ ഒരു വണ്ടിയുടെയാണ്. പിന്നെ അതുകൂടാതെ ഈ ഒരു പോർഷൻ വെച്ചാൽ നമ്മൾ ബട്ടർഫ്ലൈ മഡ്ഗാർഡ് RX-100 കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മഡ്ഗാർഡാണ്. TVS-ൻ്റെ ഫോണിക്സ് എന്ന് പറഞ്ഞ വണ്ടിയിൽ വരുന്ന സീരിയസ് സ്പ്രിംഗ് ആണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇതിന് ഇവിടുത്തെ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. പിന്നെ അതുകൂടെ ആക്ഷനും നല്ല നോർമൽ സ്റ്റോക്കിനെക്കാളും കുറച്ചുകൂടി ഒരു നല്ലതായിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 16-ൻ്റെ ടയറും റിമ്മുമാണ്. അപ്പം ഇത് STK ഒക്കെ വന്നുകൊണ്ടിരുന്ന റിമ്മാണ്. ഇതിപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഹബ്ബ് യമഹ ലിബറോയുടെ ഹബ്ബാണ്. ഈ ഒരു സ്പോക്സ് പറഞ്ഞ് സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ട് സ്പോക്കാണ്. അപ്പോൾ ഇത്രയാണ്. ഇത് നോർമൽ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന ഒരു ഹാഫ് ചെയിൻ കവർ മാത്രമാണ്. പിന്നെ ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്തേക്കുന്ന സാഡിലാണ്. ഇത് നമ്മൾ XL100 ഈ TVS-ൻ്റെ ആ ഒരു മീൻകാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആ വണ്ടിയുടെ ക്രാഷ് കാർഡ് നമ്മൾ മേടിച്ചിട്ട് നെടുകെ കട്ട് ചെയ്ത് ഇത് ട്വിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ഷേപ്പ് തന്നെ ആയിരുന്നു ഇപ്പറേം. നമ്മളിതിനെ നെടുകെ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ തിരിച്ചിട്ടപ്പോഴാണ് ഈ ഒരു ഷേപ്പ് കിട്ടിയത്. അതിൻ്റെ ബാക്കി പോർഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹാൻഡ്മെയ്ഡായിട്ട് കംപ്ലീറ്റ് ഹാൻഡ്മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചാണ് നമ്മളത് റീഡിസൈൻ ചെയ്തെടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് സാഡിലേക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ അത്യാവശ്യം വെയിറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് സൈഡ് ബോക്സ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന ടൈപ്പ് സാധനമാണിത്. എന്ന് വെച്ചാൽ ഒരു ടോപ്പ് റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് JB റേസിങ്ങിനാണ്. ഇത് 220, 150 അങ്ങനെയുള്ള വണ്ടിക്ക് വേണ്ടിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ്. പിന്നെ നമ്മളിതിനകത്ത് ചെയ്തേക്കുന്നത് സീറ്റ് നമ്മൾ പുതിയത് മേടിച്ചതാണ്. ഇത് ഒറിജിനൽ സീറ്റ് തന്നെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ചെയ്ത സീറ്റാണ്.
ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റിങ് വർക്ക്സ് ഉണ്ട്, വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഇനി നമ്മൾ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് ആഷിഖ് സൈനിങ്.